പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ PSC പരീക്ഷകൾക്ക് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ചധികം സയൻസിൻ്റെ ചോദ്യങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന +2 ലെവൽ, ഡിഗ്രി ലെവൽ, പ്രിലിമിനറി പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപയോഗപ്പെടും. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, പ്രകാശത്തിന് ഏറ്റവും കുറഞ്ഞ വേഗത അനുഭവപ്പെടുന്ന മാധ്യമം ഏതാണ്? ശ്രദ്ധിക്കുക, പ്രകാശത്തിന് ഏറ്റവും കുറഞ്ഞ വേഗത അനുഭവപ്പെടുന്ന മാധ്യമം അല്ലെങ്കിൽ മീഡിയം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? വജ്രമാണല്ലേ. അപ്പോൾ വജ്രത്തിലൂടെ ആയിരിക്കും പ്രകാശത്തിന് ഏറ്റവും കുറഞ്ഞ വേഗത അനുഭവപ്പെടുന്നതും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. വജ്രമാണ് കേട്ടോ, വജ്രമാണ്, ഡയമണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ വേറെ സംശയങ്ങളില്ലാന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രാത്രി സമയങ്ങളിൽ പാർപ്പിട മേഖലയിലെ അനുവദനീയമായ ശബ്ദപരിധി എത്രയാണ്? ശ്രദ്ധിക്കുക, രാത്രി സമയങ്ങളിൽ പാർപ്പിട മേഖലയിലെ അനുവദനീയമായ ശബ്ദപരിധി എത്രയെന്നാണ് ചോദ്യം. എത്രയാണ്? വീടൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ രാത്രി ശബ്ദപരിധി എത്രയാണ് വെച്ചിട്ടുള്ളത്? 40 ഡെസിബിളാണ് കേട്ടോ. 40 ഡെസിബിളാണ്. 40 ഡെസിബിളാണ്, തെറ്റിക്കല്ലേ. 40 ഡെസിബിളാണ് രാത്രി സമയങ്ങളിൽ പാർപ്പിട മേഖലയിലെ അനുവദനീയമായ ശബ്ദപരിധി. മൂന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ ഇലാസ്തികത ഉള്ളത് ഏതിനാണ്? ഇത് നമ്മളെ തെറ്റിക്കുന്നൊരു ചോദ്യമാണ്. കാര്യം സ്റ്റീലും ഗ്ലാസും റബ്ബറും ഒക്കെ കൊടുത്തേക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ റബ്ബറും സ്റ്റീലും ഒക്കെ കയറി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ തന്നിട്ടുള്ളതിൽ ഇലാസ്തികത ഏറ്റവും കൂടുതലുള്ളത് ഗ്ലാസ്സിനാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ ഇലാസ്തികത ഉള്ളത് ഏതാണ്? ഗ്ലാസ് ആണ്. സ്റ്റീലും റബ്ബറും ഗ്ലാസും കൂടി തന്നാൽ ഗ്ലാസ്സിനാണ് ഏറ്റവും കൂടുതൽ ഇലാസ്തികത ഉള്ളത്, വലിച്ചു നീട്ടാൻ കഴിയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നാലാമത്തെ ചോദ്യം, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് നമുക്കറിയാലോ, LPG. ഈ LPGയുടെ ഗന്ധം അനുഭവപ്പെടാൻ ചുരുങ്ങിയത് എത്ര ശതമാനം അന്തരീക്ഷ വായുവിൽ ഉണ്ടെന്നാണ് അർത്ഥമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഗ്യാസൊക്കെ ചെറുതായിട്ടൊന്ന് ലീക്ക് ആവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്മെല്ലടിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ സ്മെല്ല് കിട്ടണമെങ്കിൽ അന്തരീക്ഷ വായുവിൽ എത്ര ശതമാനം LPG ഉണ്ടാവണം എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 3%. അപ്പോൾ അന്തരീക്ഷത്തിൽ 3% LPG ഉണ്ടെങ്കിലേ നമുക്കതിൻ്റെ സ്മെല്ല് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ LPGക്ക് സ്മെല്ല് കിട്ടാനായിട്ടല്ലേ, LPG എന്ന് പറയുന്നത് ഒരു ഓർഡർലെസ് ഗ്യാസ് ആണല്ലേ, അല്ലെങ്കിൽ സ്മെല്ലില്ലാത്ത ഒരു ഗ്യാസാണ്. പക്ഷേ ഇതിന് സ്മെല്ല് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന കെമിക്കൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഈഥൈൽ മെർക്കാപ്പിറ്റം എന്ന് പറയും. ഈഥൈൽ മെർക്കാപ്പിറ്റം. എന്തിനാണ് അത് ആഡ് ചെയ്യുന്നത്? ഈ LPG അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് കാരണം. അപ്പോൾ അതിൻ്റെ സ്മെല്ല് നമുക്ക് മനസ്സിലായാലും നമുക്ക് അതിൻ്റെ അപകടം തിരിച്ചറിയാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് ഒരു കെമിക്കൽ ആഡ് ചെയ്യുന്നത്, ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് എന്ത്? ഈഥൈൽ മെർക്കാപ്പിറ്റം. ഓക്കെ അല്ലേ? ഓക്കെ, നാലാമത്തെ ചോദ്യം മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 2 ന്യൂട്രോണുള്ള ഹൈഡ്രജൻ ഐസോടോപ്പ് ഏതാണ്? ശ്രദ്ധിക്കുക, 2 ന്യൂട്രോണുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതെന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. എന്താണ് 2 ന്യൂട്രോണുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ്? അത് ട്രിഷ്യമാണെന്ന് അറിഞ്ഞിരിക്കുക. ട്രിഷ്യമാണ് 2 ന്യൂട്രോണുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ്. അടുത്ത ആറാമത്തെ ചോദ്യം, റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്നത് എന്താണ്? റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്നത് എന്താണെന്നാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. സൾഫറാണ് കേട്ടോ. അപ്പോൾ സൾഫറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാനായി ചേർക്കുന്ന കെമിക്കൽ എന്താണ്? സൾഫറാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ഏഴാമത്തെ ചോദ്യം, വ്യാവസായികമായി സൾഫ്യൂറിക് ആസിഡ് നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് എന്താണ്? ഉൽപ്രേരകം എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റ് ആണല്ലേ. കാറ്റലിസ്റ്റ് എന്താണ്? കാറ്റലിസ്റ്റ് ഒരു റിയാക്ഷന് സ്പീഡ് കൂട്ടുന്ന മറ്റൊരു കെമിക്കൽ അല്ലെങ്കിൽ മറ്റൊരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഉൽപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വ്യാവസായികമായിട്ട് സൾഫ്യൂറിക് ആസിഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ്? അത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് കേട്ടോ. വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് നമ്മൾ വ്യാവസായികപരമായിട്ട് നമ്മൾ സൾഫ്യൂറിക് ആസിഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ചോദിച്ചാൽ അത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എട്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ പ്രധാന അയിരാണ് മാലക്കൈറ്റ്? എന്താണ്? താഴെ തന്നിരിക്കുന്ന ഏത് ലോഹത്തിൻ്റെ പ്രധാന അയിരാണ് മാലക്കൈറ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ മാലക്കൈറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് കോപ്പറാണ് അല്ലേ. അപ്പോൾ കോപ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോപ്പറിൻ്റെ പ്രധാനപ്പെട്ട ഒരു അയിരാണ് അല്ലെങ്കിൽ ഓറാണെന്തെന്ന് പറയുന്നത് മാലക്കൈറ്റ്. മാലക്കൈറ്റ് കോപ്പർ. മാലക്കൈറ്റ് കോപ്പർ. നമ്മൾ കോപ്പർ മാലയൊക്കെ ഉണ്ടാക്കിയിടൂലേ, അങ്ങനെ പഠിക്കാവൂ. കോപ്പർ മാല, ചെമ്പ് മാലയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിടത്തില്ലേ. അപ്പോൾ കോപ്പർ മാല എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഏത് ലോഹത്തിൻ്റെ പ്രധാന അയിരാണ് മാലക്കൈറ്റ്? കോപ്പർ ലോഹത്തിൻ്റെ പ്രധാന അയിരാണ് മാലക്കൈറ്റ്. അടുത്ത 9ാമത്തെ ചോദ്യം, 32 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര GMM എന്നാണ് ചോദ്യം. നമുക്കറിയാമത് 1 ഗ്രാം ആണല്ലേ. അപ്പോൾ 32 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് 1 GMM ആണ് കേട്ടോ. 1 GMM ആണ്.
10ാമത്തെ ചോദ്യം, മീഥൈൽ ഓറഞ്ച് എന്ന സൂചകം ഒരു ആൽക്കലിയിൽ വരുത്തുന്ന നിറമാറ്റം എന്തെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, എന്താണ് മീഥൈൽ ഓറഞ്ച് എന്ന സൂചകം ഒരു ആൽക്കലിയിൽ വരുത്തുന്ന നിറത്തിലുണ്ടാകുന്ന മാറ്റം എന്തെന്ന് ചോദിച്ചാൽ ഇളം മഞ്ഞ നിറമാണ് കേട്ടോ. മീഥൈൽ ഓറഞ്ച് ഏതെങ്കിലും ഒരു ആൽക്കലിയിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നിറം എന്തായിട്ട് മാറും? ഇളം മഞ്ഞ നിറമായിട്ട് കാണും. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇമ്പോർട്ടൻസ് ഈ ചോദ്യങ്ങൾക്ക് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം, ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം ജീവകം ഇ ആണ് അല്ലേ. വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ ഇ ആണെന്ന് അറിഞ്ഞിരിക്കുക, ബ്യൂട്ടി വൈറ്റമിൻ. അടുത്ത ചോദ്യം, അർബുദം ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ ഒരു അവയവം അല്ലെങ്കിൽ ഒരേ ഒരു അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൃദയമാണ് അല്ലേ. അപ്പോൾ ഹാർട്ടിന് എന്ത് ചെയ്യത്തില്ല? ക്യാൻസർ വരത്തില്ല. അർബുദം ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൃദയമാണ്, ഹാർട്ടാണ്. ഓക്കെ അല്ലേ. അടുത്ത 13ാമത്തെ ചോദ്യം, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ അത് ഏതാണ്? മെഡുലയാണ് അല്ലേ. മെഡുലയാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് മെഡുലയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത 14ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തിലൂടെ പകരുന്ന രോഗം ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തിലൂടെ പകരുന്ന രോഗം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് ക്ഷയം കൊടുത്തിട്ടുണ്ട്, എലിപ്പനി കൊടുത്തിട്ടുണ്ട്, ജലദോഷം കൊടുത്തിട്ടുണ്ട്, മുണ്ടിനീര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എലിപ്പനിയാണ് നമുക്കറിയാമെന്നുള്ളത് ജലത്തിലൂടെ പകരുന്ന രോഗം. ഇതിനകത്ത് ക്ഷയമല്ല, ജലദോഷവും മുണ്ടിനീരൊന്നും അല്ല, പക്ഷേ എന്താണ് എലിപ്പനിയാണ് എന്ത് ചെയ്യുന്നത്? ജലത്തിലൂടെ പകരുന്ന രോഗം എന്താണ്? എലിപ്പനിയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 15ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ സ്വരൂപ ക്രോമോസോമുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, മനുഷ്യ ശരീരത്തിലെ സ്വരൂപ ക്രോമോസോമുകളുടെ എണ്ണം എത്രയാണെന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. എത്രയാണ്? 22 ജോഡിയാണ് അല്ലേ. അപ്പോൾ 22 ജോഡി ക്രോമോസോമുകൾ അല്ലെങ്കിൽ സ്വരൂപ ക്രോമോസോമുകളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ളത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. 16ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കല ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കല ചോദിച്ചാൽ ഏതാണ്? യോജക കലയാണ് കേട്ടോ. തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇതിനകത്ത് പേശി കലയും നാഡീകലയും ആവരണ കലയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് യോജക കലയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കല ഏതാണെന്ന് ചോദിച്ചാൽ അത് യോജക കലയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 17ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, ഏതിൻ്റെ സങ്കര ഇനമാണ് സൽകീർത്തി? ഒരുപാട് PSC പരീക്ഷകൾക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈ സൽകീർത്തി. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ 10th ലെവൽ പ്രിലിംസിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ സൽകീർത്തി എന്ന് പറയുന്നത് വെണ്ടയുടെ ഇനമാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ വെണ്ടയുടെ സങ്കര ഇനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൽകീർത്തി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സൽകീർത്തി എന്താണ്? വെണ്ടയുടെ സങ്കര ഇനമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. അടുത്ത 18ാമത്തെ ചോദ്യം, ഒരു മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമുലാർ ഫിൽട്രേറ്റിൽ നിന്നും തിരികെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നത് എത്രയാണെന്നാണ് ചോദ്യം. അത് 126 മില്ലി ആണ് കേട്ടോ. അപ്പോൾ 126 ml ആണ് എന്ത് ചെയ്യുന്നത്? ഒരു മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമുലാർ ഫിൽട്രേറ്റിൽ നിന്നും തിരികെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ 126 ml ആണെന്ന് അറിഞ്ഞിരിക്കുക. 126 ml ആണ് എന്ത് ചെയ്യുന്നത്? ആ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമുലാർ ഫിൽട്രേറ്റിൽ നിന്നും തിരികെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നത് 126 ml ആണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ. അടുത്ത 19ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. പുഷ്പിക്കാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ്? നമുക്കറിയാം അല്ലേ, ഫ്ലോറിനേഷൻ അല്ലേ. പുഷ്പിക്കാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഫ്ലോറിജൻ ആണ് അല്ലേ. ഫ്ലോറിനേഷന് സഹായിക്കുന്നത് എന്താണ്? ഫ്ലോറിജൻ. ഓക്കെ. അപ്പോൾ പുഷ്പിക്കാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഫ്ലോറിജൻ ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ. നമ്മളടുത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഏറ്റവും വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന സൗരയൂഥത്തിലെ ഗ്രഹം ഏതാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന സൗരയൂഥത്തിലെ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? നെപ്റ്റ്യൂൺ ആണ് അല്ലേ. നെപ്റ്റ്യൂൺ ആണ്. നമ്മുടെ പ്ലൂട്ടോയ്ക്ക് മുന്നേയുള്ള ഗ്രഹമാണ് അല്ലേ നെപ്റ്റ്യൂൺ. അപ്പോൾ ഏറ്റവും വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന സൗരയൂഥത്തിലെ ഗ്രഹം ചോദിച്ചാൽ അത് നെപ്റ്റ്യൂൺ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 20 പ്രധാനപ്പെട്ട നമ്മുടെ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഡിസ്കസ് ചെയ്യാൻ പല ടോപ്പിക്കുകളും നമുക്ക് കവർ ചെയ്ത് തന്നെ പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഫലപ്രദമായും തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.